ഇന്ന് ലോക ഹീമോഫീലിയ പ്രതിരോധ ദിനമാണ്. അപൂർവവും ഗുരുതരവുമായ ഹീമോഫീലിയയെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാക്കുകയാണ് ഈ ദിവസത്തിൻ്റെ ലക്ഷ്യം. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ നേതൃത്വത്തിലാണ് ഈ ദിനാചരണം. ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായാൽ അമിതമായ രക്തസ്രാവമുണ്ടാകുന്ന അവസ്ഥ. ചിലരിൽ മണിക്കൂറുകളോളം നീണ്ടുനിൽക്കുന്ന രക്തസ്രാവമുണ്ടായേക്കാം. ഹീമോഫീലിയയുടെ സങ്കീർണതയും അതുതന്നെയാണ്. ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളുടെ തകരാറാണ് ഹീമോഫീലിയയ്ക്ക് കാരണം. ഹീമോഫീലിയ ഉള്ള മാതാവിൽ നിന്ന് മക്കളിലേക്ക് പകരുന്നു. പുരുഷന്മാരിലാണ് രോഗത്തിന്റെ സങ്കീർണത കൂടുതലായി കാണുന്നതെങ്കിലും സ്ത്രീകളിലും ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതായാണ് പഠനം. കേരളത്തിൽ 3600 പേർക്ക് ഹീമോഫീലിയ ഉണ്ടെന്നാണ് കണക്ക്. അതിൽ 1784 പേർ ഔദ്യോഗിക രേഖകളിൽ രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്തത് 900 പേർ മാത്രം. ഇന്ത്യയിൽ 1,36,000 പേരിൽ 22,000 പേർ മാത്രമാണ് നിശ്ചിത കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്തത്. എല്ലാവർക്കും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്തവർക്കായി ഫണ്ട് സ്വരൂപിക്കുന്നതിനും ചികിത്സ കിട്ടാതെ കഴിയുന്നവർക്ക് മെച്ചപ്പെട്ട രോഗനിർണയത്തിനും പരിചരണം ലഭ്യമാക്കുന്നതിനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24.